2010 മുതൽ കോഴിക്കോട് ജില്ലയിലെ പൂനൂർ കേന്ദ്രീകരിച്ച് ഭിന്നശേഷി മേഖലയിൽ സമർപ്പിത ഇടപെടലുകളിലൂടെ ശ്രദ്ധേയ സാന്നിധ്യമായി മാറിയ സന്നദ്ധ സംഘടനയാണ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ. ജാതിമത ഭേദമന്യേ ഒരു പറ്റം യുവാക്കൾ ഒരുമിച്ച് ആരംഭിച്ച ഈ സംരംഭത്തിന്റെ ലക്ഷ്യം ഒറ്റൊന്നായിരുന്നു: മാനസികവും ബുദ്ധിപരവുമായ വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷിക്കാർക്ക് തണലും സംരക്ഷണവും ഒരുക്കുക. അവർക്ക് ആത്മാഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും സമൂഹത്തിൽ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവസരം സൃഷ്ടിക്കുക. 15 വർഷങ്ങൾക്കിപ്പുറം ഭിന്നശേഷി മേഖലയിൽ കേരളത്തിലെ തന്നെ പ്രധാന സ്ഥാപനങ്ങളിലൊന്നായി ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ വളർന്നു. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ ട്രെയിനിംഗ്, ഏർലി ഇന്റർവെൻഷൻ, റീഹാബിലിറ്റേഷൻ, കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് എന്നിവയുൾപ്പെടെയുള്ള സമഗ്ര സേവനങ്ങളിലൂടെ സംഘടന മുന്നേറുന്നു. കേരള സർക്കാരിന്റെ സംസ്ഥാനത്തെ മികച്ച പുനരധിവാസ കേന്ദ്രത്തിനുള്ള അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ സംഘടനയെ തേടിയെത്തിയിട്ടുണ്ട്. ഇന്ന് സ്പെഷ്യൽ സ്കൂൾ, റീഹാബിലിറ്റേഷൻ സെന്റർ, സൈക്യാട്രി ക്ലിനിക് തുടങ്ങി 6 പ്രൊജക്ടുകളിലൂടെ 300-ൽ അധികം ഭിന്നശേഷിക്കാർക്ക് ദിനംപ്രതി സേവനം നൽകുന്നു. കാരുണ്യതീരം സ്പെഷ്യൽ സ്കൂൾ 1.5 ഏക്കർ ക്യാമ്പസിലായി പ്രവർത്തിക്കുന്ന കാരുണ്യതീരം സ്പെഷ്യൽ സ്കൂൾ സംഘടനയുടെ മുഖ്യ പദ്ധതികളിലൊന്നാണ്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നിവ നേരിടുന്ന 133 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു. 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് 8:1 എന്ന അനുപാതത്തിൽ വ്യക്തിഗത ശ്രദ്ധയോടെ പഠന പരിപാലനം നൽകുന്നു. 18 വയസ്സ് കഴിഞ്ഞ മൈൽഡ്, മോഡറേറ്റ് വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ ട്രെയിനിംഗ്, സിവിയർ വിഭാഗക്കാർക്ക് പകൽ പരിപാലന കേന്ദ്രം എന്നിവയും സ്കൂളിന്റെ ഭാഗമാണ്. 3 മാസം മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ഒക്യുപേഷണൽ, ഫിസിയോ, സ്പീച്ച് തെറാപ്പികൾ ഉൾപ്പെടെയുള്ള ഏർലി ഇന്റർവെൻഷൻ യൂണിറ്റും ഇവിടെ പ്രവർത്തിക്കുന്നു. പ്രതീക്ഷാ ഭവൻ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തോടെ 18 വയസ്സിന് മുകളിലുള്ള തികച്ചും അനാഥരായ ഭിന്നശേഷിക്കാരായ പുരുഷന്മാരുടെ പുനരധിവാസത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് പ്രതീക്ഷാ ഭവൻ. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ ട്രെയിനിംഗ്, തെറാപ്പി, സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്നിവ നൽകി വരുന്ന ഇവിടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 40 താമസക്കാരുണ്ട്. ഇവർക്കായി പ്രതീക്ഷാ ഭവൻ ഒരു പുനരധിവാസ കേന്ദ്രം മാത്രമല്ല, അത് അവരുടെ വീടും ഞങ്ങൾ അവരുടെ കുടുംബവുമാണ്. ഫാസ്റ്റ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി സൈക്യാട്രി ക്ലിനിക് 2015-ൽ ആരംഭിച്ച കമ്മ്യൂണിറ്റി സൈക്യാട്രിക് ക്ലിനിക് മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കായി സമഗ്ര പരിചരണവും മരുന്നുകളും സൗജന്യമായി നൽകുന്നു. നിലവിൽ ഫാസ്റ്റ് ഫൗണ്ടേഷനും എംഹാറ്റുമായി സഹകരിച്ച് 60-ൽ അധികം ആളുകൾക്ക് സേവനം നൽകി വരുന്നു. നാഷണൽ ട്രസ്റ്റ് ലോക്കൽ ലെവൽ കമ്മിറ്റി LLC 2022 മുതൽ ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ 18 വയസ്സിന് മുകളിലുള്ള ഭിന്നശേഷിക്കാരുടെ ജീവനും സ്വത്തിനും നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കുന്ന മലപ്പുറം ജില്ലാ നാഷണൽ ട്രസ്റ്റ് LLC മെമ്പറാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലീഗൽ ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്ത LLC എന്ന അപൂർവ നേട്ടവും ഈ LLC കൈവരിച്ചു. കെയർ FM 89.6 ഇന്റലക്ച്വൽ ഡിസബിലിറ്റി മേഖലയിലെ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനായ കെയർ FM 89.6 കാരുണ്യതീരം ക്യാമ്പസിലാണ് പ്രവർത്തിക്കുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് അഡ്വഞ്ചർ അക്കാദമി, ദുരന്ത നിവാരണ പരിശീലനം, രക്ഷാപ്രവർത്തനം, പുനരധിവാസ പ്രവർത്തനങ്ങൾ എന്നിവയിൽ സജീവമായി പ്രവർത്തിക്കുന്ന യൂണിറ്റും ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെ ഭാഗമാണ്. 2010-ൽ ആരംഭിച്ച ഈ യാത്ര 2026-ൽ എത്തുമ്പോൾ 1000-ലധികം ഭിന്നശേഷിക്കാർക്ക് തണലൊരുക്കിയ ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ മുതിർന്ന ഭിന്നശേഷിക്കാർക്കായി 5 ഏക്കറിൽ ഒരുങ്ങുന്ന കെയർ വില്ലേജും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഏർലി ഇന്റർവെൻഷൻ യൂണിറ്റും ഭാവി പദ്ധതികളായി മുന്നോട്ട് വയ്ക്കുന്നു. ഗവൺമെന്റിന്റെയും ഗവൺമെന്റേതര ഗ്രാന്റുകളുടെയും പിന്തുണയും ജാതിമത ഭേദമന്യേ അനേകം വ്യക്തികളുടെ അകമഴിഞ്ഞ സഹകരണവുമാണ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെ ഈ ദീർഘയാത്രക്ക് ഊർജമായത്. കരുണയും സ്നേഹവും നിറഞ്ഞ ഈ യാത്രയിൽ നിങ്ങളും പങ്കാളികളാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.